ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം എടുക്ക്. നിങ്ങളൊക്കെ ഇവിടെ ഫ്ലെക്സ് വെച്ച മെസ്സിനെ നോക്ക്, ഇവിടെ ഫ്ലെക്സ് വെച്ച റൊണാൾഡോനെ നോക്ക്. ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂൾ പഠിച്ചിട്ടൊന്നുമല്ല. ഒരു വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് ഓല കാലിബറിനെ കുറിച്ച്, ഓല ടാലന്റിനെ കുറിച്ച്, ഓല കഴിവിനെ കുറിച്ച് നല്ല വിശ്വാസമുള്ള ആളുകളായിരുന്നു. നമ്മളിപ്പോൾ അവൻ്റെ കട്ടൗട്ട് 5000 രൂപ പിരിവ് എടുത്തിട്ട് അവൻ്റെ കട്ടൗട്ട് വെച്ച് എന്താ നമ്മളെന്താ മെസ്സി ആവുക, നിങ്ങൾക്ക് എന്താ മെസ്സി ആക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ, മെസ്സി ആവണമെങ്കിൽ മെസ്സിനെ പോലെ വളരണം. മെസ്സി എന്ന് പറയുന്ന മഹാനായ മനുഷ്യനുണ്ടല്ലോ, 3-ാമത്തെ വയസ്സിൽ കാലിന് സുഖയിൽ ഹോർമോൺ ഇൻബാലൻസാന്ന് പറഞ്ഞിട്ട് എല്ലാവരും നടക്കൂല എന്ന് പറഞ്ഞ വിദ്യ എഴുതിയൊരു മനുഷ്യനാണ് ഇന്നത്തെ മെസ്സി. അവൻ്റെ അച്ഛനും ഉമ്മയും ഉപ്പയും പറഞ്ഞ് എൻ്റെ മോൻ ഫുട്ബോൾ കളിപ്പിക്കും ഞാൻ. അങ്ങനെ 3-ാമത്തെ വയസ്സിൽ ഫുട്ബോൾ അക്കാദമിയിൽ കൊണ്ടിടുക മെസ്സിനെ. 3-ാമത്തെ വയസ്സിൽ ചക്ക പോലത്തെ ബോളും എടുത്തിട്ട് മെസ്സി കാലുമലിട്ടിട്ട് ഉരുട്ടി കളിച്ചു തുടങ്ങി. ഞാൻ മെസ്സിനാണ് ഇന്നത്തെ മെസ്സി. 1040 കോടി ഉറുപ്പ്യ മാസ വരുമാനമുള്ള മെസ്സി, ഫുട്ബോൾ കൊണ്ട് മാത്രം. നിങ്ങളോ 3-ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്താക്കുന്നതിനു കിടക്കയിൽ എങ്ങനെയാ മൂത്രമൊഴിക്കുക എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കുട്ടി അങ്ങോട്ട് പോകരുത്, ബോൾ എടുത്ത് ഉരുണ്ട വീണിട്ടുണ്ട്, കാല് പൊട്ടെന്ന് വിചാരിച്ചിട്ടുള്ള പേടിപ്പിക്കുന്ന ഒരു ഉമ്മയും, അങ്ങ് പുറത്തിറങ്ങിയ കൊന്നാളി എന്ന് പറയുന്ന ഒരു വാപ്പയും, എന്തെല്ലോ ആണെന്ന് പേടിപ്പിക്കുന്ന കുറെ ആളുകളുള്ള ലോകത്ത് എങ്ങനെയാ അവർ ഫുട്ബോൾ കളിക്കുക? അപ്പൊ ഈ മെസ്സി എന്ന് പറയുന്ന മനുഷ്യനിൽ പ്രതിഭ ഉള്ളത് കൊണ്ടാണ് മെസ്സി ആ പ്രതിഭയെ പൊടിതട്ടിയെടുക്കാൻ അവന്റെ ബാപ്പയും ഒരു അക്കാദമിയും ഉള്ളത് കൊണ്ടാണ് മെസ്സി ആയിട്ട് മാറിയത്. അല്ലാണ്ട് നമ്മൾ കാണുന്ന പോലെ മെസ്സി എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നിട്ട് ബോൾ എടുത്ത് ഉരുട്ടിയൊന്നുമല്ല. അപ്പം മെനക്കെടണം. 3-ാമത്തെ വയസ്സിൽ മെനക്കെട്ടതിന്റെ ഫലമാണ് ലോകം മുഴുവൻ ഇന്ന് മെസ്സി എന്ന് പറയുന്ന മനുഷ്യനെ ദൈവമായിട്ട് കണക്കാക്കിയത്. എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കർ എടുത്തു. നിങ്ങള് സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ തന്നെ 8-ാമത്തെ ക്ലാസ്സിൽ അവന്റെ അച്ഛൻ പറഞ്ഞ എടുത്തോ ബാറ്റ്, ഇനി കൊണ്ട് കളിച്ചോ, ഈ ബാറ്റാണ് എന്റെ ആയുധം എന്ന് പറഞ്ഞിട്ട് അവന്റെ ബാപ്പയാണ് അവനെ ക്രിക്കറ്റ് കളിയിലേക്ക് വിടുന്നത്. അവന്റെ ബാപ്പയ്ക്ക് അറിയാമായിരുന്നു എൻ്റെ മകനിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന വല്ലാത്തൊരു സാധനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ബാപ്പയാണ് സച്ചിനെ ലോകത്തേക്ക് ഏറ്റവും വലിയ മനുഷ്യനാക്കി മാറ്റിയത്. അപ്പൊ പഠനം എന്ന് പറയുന്നത് സ്കൂൾ പഠനം മാത്രമല്ല വിദ്യാഭ്യാസം. മക്കളുടെ പ്രതിഭ മനസ്സിലാക്കിക്കൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ബാപ്പയാവുന്നതും ഈ സംഘടനയാവുന്നതും മക്കളാവുന്നു. അല്ലാണ്ട് മക്കളുടെ ഇഷ്ടത്തിന് വിട്ടാലൊന്നും ഓലടക്ക് ശരിയാണെന്നില്ല. എല്ലാവർക്കും നിയന്ത്രണം ഉണ്ടാവണം. ഇനി നിങ്ങൾ പറയുന്ന റൊണാൾഡോനെ എടുത്തോ. റൊണാൾഡോ എന്ന് പറയുന്ന ചങ്ങായിന്റെ അച്ഛൻ അവനെ വല്ലാണ്ട് ഉപദ്രവിച്ച ചങ്ങായ, ഉപേക്ഷിച്ച ചങ്ങായ, മദ്യപിച്ച് ഏറ്റവും കൂടുതൽ തിക്താനുഭവം ഉണ്ടായ മനുഷ്യനാണ് റൊണാൾഡോ. പക്ഷെ റൊണാൾഡോക്ക് പ്രതിഭയില്ലായിരുന്നു. പക്ഷെ റൊണാൾഡോക്ക് ജീവിതത്തിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന് തോന്നിയത് കൊണ്ടാണ് സ്വന്തം പ്രാക്ടീസിലൂടെ റൊണാൾഡോ എന്ന് പറയുന്ന പ്രതിഭ ജനിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇന്ന് കളിക്കളത്തിൽ കാണുന്ന ഓരോ മനുഷ്യനും വല്ലാണ്ട് മെനക്കെട്ടിട്ട് എങ്ങനെയൊക്കെ ആയത്, അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ TV വന്ന് കളിച്ചതൊന്നുമല്ല. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും ആവണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ മെനക്കെടണം. അല്ലാണ്ട് വാപ്പ വയ്യന്നെ വടിയെടുത്തിട്ട് പടി എന്ന് പറഞ്ഞാലൊന്നും ഒരു പഠിപ്പൊന്നും ആവില്ല. പഠിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാത്തടത്തോളം കാലം, നിങ്ങളെ തോന്നിപ്പിക്കാത്തടത്തോളം കാലം വിദ്യാഭ്യാസം ഇങ്ങനെ തന്നെ തട്ടിമുട്ടി അങ്ങ് പോകും. ഈ തട്ടിമുട്ടി വിദ്യാഭ്യാസം അല്ല നമുക്ക് വേണ്ടത്. അതിന് വലിയ റോൾ ഉമ്മമാർക്കുണ്ട്. ഈ മക്കളെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ, ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആളാരാന്നറിയോ? വീട്ടിലെ ഉമ്മയാണ്. പക്ഷെ നിർഭാഗ്യവശത്തിന് ഈ സമൂഹത്തിൽ നേരത്തെ ഷാഹിദ് പറഞ്ഞ പോലെ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ബോധമില്ലാത്തൊരു സമൂഹം വളർന്നു വരുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ കുറിച്ചിട്ട് എപ്പോഴും മക്കൾ ഇങ്ങനെ ആയിപ്പോകുന്നത്. എൻ്റെ മോനാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. പക്ഷെ മലയാളിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, എന്തെങ്കിലും പറ്റിക്കണ്ട അപ്പട് മറ്റോൻ്റെ മേത്തങ്ങ് വെച്ചു കൊടുക്കും. എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിക്കണ്ട ഞാൻ പറയും എൻ്റെ മോന് എൻ്റെ ഞാനാക്കിയല്ല, അങ്ങോട്ടുള്ളവൻ്റെ കൂടിയെടുത്തവൻ അങ്ങനെ ആയിപ്പോയത് എന്ന് പറയും. അല്ലാണ്ട് എൻ്റെ മോൻ അങ്ങനെ ആയിപ്പോയത് അവൻ്റെ ഒരു എന്താ പറയുക വിവേകം ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? അതുകൊണ്ട് ഉമ്മക്ക് എന്ത് ചെയ്യണം? ഈ മക്കളെ ഇനിയും നല്ല രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവരണം. ഇന്നലെ ഫുട്ബോൾ തന്നെ, കാരണം വലിയ താല്പര്യമുള്ള വിഷയമായതുകൊണ്ടാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓലിങ്ങനെ അന്തം വിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഓല താല്പര്യമുള്ള വിഷയം പറയുന്നത്. നിങ്ങളിതെല്ലാം പറഞ്ഞ് ലോകകപ്പ് കഴിഞ്ഞ് മെസ്സിന്റെ വഴിക്കും പോയി, എംബാപ്പന്റെ വഴിക്കും പോയി, റൊണാൾഡോന്റെ വഴിക്കും പോയി, എല്ലാവരും വഴിക്കും പോയി, നെയ്മർ ഉരുണ്ട അതിലൂടെ അങ്ങ് പോയി. അങ്ങനെ എല്ലാവരും ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ എന്താ സംഭവിച്ചത്? എല്ലാവരും കത്തി കൊണ്ട് കുത്തുക, പോലീസ് ലോകകപ്പ് കഴിഞ്ഞവിടെ വാണം വിട്ട പോലെ ഓടുക, അടി തീർക്കുവേ. അങ്ങങ്ങാൻ ഏതോ കളി കഴിഞ്ഞതിന് കണ്ണൂര് കത്തിക്കുത്ത്,
എറണാകുളത്ത് ട്രാഫിക് നിയന്ത്രിച്ച പോലീസുകാരനെ എടുത്തിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ തത്തക്കം പൊത്തക്കം തന്നെ കൊണ്ടുവന്ന്. അതേസമയം എംബാപ്പ എന്ന് പറയുന്ന മനുഷ്യനും മെസ്സി എന്ന് പറയുന്ന മനുഷ്യനും നെയ്മർ എന്ന് പറയുന്ന മനുഷ്യനും നാളെ ഒരു ക്ലബിന് വേണ്ടി കളിക്കുവാൻ പോവാ. അവിടെയാണ് പറഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചിട്ട്, ഫുട്ബോളിനെ കുറിച്ച് പഠിക്കാത്ത ഒരൊറ്റൊരാളും ഫുട്ബോൾ കളി കാണാൻ പോരുത്. ഇവർ മൂന്നാളും ഒരേ ക്ലബിന് വേണ്ടി കളിക്കുന്ന മനുഷ്യന്മാരാ. ഇവർ നാളെ തൊട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും ആ ക്ലബിന് വേണ്ടി കളിക്കുന്ന നിങ്ങളും ഞാനും കാണുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? കത്തിയോണ്ട് കുത്തിയാൻ വിടുവോനാ അടുത്ത ലോകകപ്പ് വരെ? അപ്പൊ ഉമ്മക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്ന പറയുന്നത് പൊട്ടത്തെറ്റ്. നമ്മക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ല. തിരിച്ചറിവുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എപ്പോഴത്തിൽ നിങ്ങൾ കൃത്യമായി പഠിച്ചാലില്ലേ ഉറപ്പായിട്ടും എവിടെയെങ്കിലും എത്തും ഘട്ടങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? വെറുതെ ഇങ്ങനെ ഇരിക്കരുത്. ഇന്ന് തൊട്ട് എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ട് അങ്ങ് മെനക്കെട്ട് വിടണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കണം. നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ട് ഇതുവരെ? എന്നാ വായിച്ച? ബാലരമ്യ എന്താണ് വായിച്ചത്? ആ വായിക്കാനുള്ള അവസരം നിങ്ങൾ കുട്ടികളെ ബർത്ത്ഡേക്ക് നോക്കുക. നിങ്ങൾ കുട്ടികളെ ബർത്ത്ഡേക്കുള്ള സംഗതി മുഴുവൻ വായിച്ചു കൊടുക്കുമല്ലോ. കേക്ക് വായിക്കുന്നു, മേത്ത് വാരി പൂശുന്ന കേക്ക്, കുറെ ഉടുപ്പ്. ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രക്ഷകർത്താക്കൾ ഈ മക്കൾക്ക് ജന്മദിനത്തിൽ ഏതെങ്കിലും പുസ്തകം വായിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം ആവേശം ഉണ്ടാകണമെങ്കിലേ ഇവിടെയുള്ള സമൂഹത്തിലെ മഹാനായ മനുഷ്യന്മാരുടെ ജീവിതകഥ വായിക്കണം. നിങ്ങൾ വേറൊന്നും വായിക്കണ്ടേക്ക് ഒന്നും. അപ്പൊ നിങ്ങൾക്ക് ആവൂല എന്നൊന്നും നിങ്ങൾക്ക് അന്നേരം തോന്നില്ല. ഞാനൊക്കാവും. അബ്ദുൽ കലാം, നിങ്ങൾ അബ്ദുൽ കലാമിനെ നോക്ക്. ISROന്റെ തലവൻ, മിസൈൽ മാൻ, ഇന്ത്യയുടെ മിസൈൽ മാൻ, ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇത്ര എളിമയുള്ള മറ്റൊരു മനുഷ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? രാമേശ്വരത്ത് പേപ്പറും വിറ്റ് നടന്ന മനുഷ്യനാ അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യൻ. രാവിലെ സൈക്കിൾ ഇല്ലായിരുന്നു പേപ്പർ കൊടുക്കാൻ. പിന്നീട് അവൻ അധ്വാനിച്ചിട്ടാണ് ഓൻ സ്വന്തം സൈക്കിൾ വാങ്ങിയിട്ട്. അപ്പൊ നിങ്ങളെ വീട്ടിൽ പൈസ ഇല്ലാന്നോ നിങ്ങളെ വീട്ടിൽ കാറില്ലാന്നൊന്നും വിചാരിച്ചിട്ടൊന്നും നമ്മൾ എവിടെ എത്താണ്ടിരിക്കില്ല. നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ എത്തും. അങ്ങനെ എത്തണമെങ്കിൽ ആര് വിചാരിക്കണം? ബാപ്പയ്ക്കും ഉമ്മായിക്കും അപ്പുറം ആര് വിചാരിക്കണം? നിങ്ങൾ വിചാരിക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്തെല്ലാം വരുന്നുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഇവിടുത്തെ എല്ലാവരും മുഖം ഓർമ്മ ഉണ്ട്. ഏത് മഹാന്റെ കഥ വായിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും 3-4 പുസ്തകത്തിന്റെ പേര് പഠിച്ചാടെ വെച്ചേക്ക്. വായിക്കൊന്നും വേണ്ടേക്ക്. ശരിക്കും ഖുർആൻ എന്ന് പറയുന്ന വിശുദ്ധമായ ഗ്രന്ഥം ഫുള്ള് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആവേശം ഉണ്ടല്ലോ. ആ ആവേശം ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് ആ ഗ്രന്ഥം വായിച്ചതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാണ്ട് വെറുതെ വായിച്ചിട്ട് അങ്ങ് തള്ളിയോണ്ട് കാര്യമില്ല. ഈ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. രക്ഷകർത്താക്കളും സമൂഹവും ഇടപെടേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച പോലെ അല്ല ഈ മക്കൾ പഠിക്കുന്നത്. എനിക്ക് എൻ്റെ ഗോപാലകൃഷ്ണൻ മാഷും എൻ്റെ സൂഫി മാഷും എൻ്റെ സവാദ് മാഷും പറഞ്ഞു തന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകമില്ലായിരുന്നു. അവരാണ് എൻ്റെ ഹീറോ. ശരിയല്ലേ? അതിനപ്പുറത്തേക്ക് ഇവരെ കയ്യിലേക്ക് വിശാലമായ ലോകം വന്നതോടുകൂടി ഇവർ കുറെ സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ പഠിക്കൽ ശരിയാണോ എന്ന് നിരീക്ഷിക്കാത്തടത്തോളം കാലം ഈ മക്കളെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. അവിടെയാ വിഷയം. ഇവരേതെങ്കിലും ഒരു ലോകത്ത് ഏതെങ്കിലും ഒരു വിഷയം സിനിമയുടെ വിഷയം അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, കളിയോ അല്ലെങ്കിൽ മോശമോ നല്ലയോ അല്ല ഈ ലോകത്തുണ്ടല്ലോ. ഇവരേത് ലോകത്താണ് ചലിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ നിങ്ങൾക്കും എനക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെയാണ് മക്കളെ സാക്ഷി നിർത്തി ഞാൻ രക്ഷാകർത്താക്കളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെല്ലാം ഈറ്റുകളെ പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികളെ നിയന്ത്രിക്കാനുള്ള കരുത്ത് കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു ബാപ്പയെ മാനിക്കാനുള്ളൊരു വിവേകം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ശരിക്കും നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന സഞ്ചാരം എന്ന് പറയുന്ന പരിപാടി നടത്തുന്ന ഒരു മനുഷ്യനുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അദ്ദേഹത്തിനോടൊരു ചങ്ങായി ചോദിച്ചു, ഇന്ത്യയിലെ വിദ്യാഭ്യാസവും ഇന്ത്യക്ക് പുറത്തുള്ള വിദ്യാഭ്യാസവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. അങ്ങനെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും, നിങ്ങളെല്ലാം പ്രവാസികളല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മറുപടി ഉണ്ട്, വളരെ വ്യക്തമായൊരു മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞത്. വളരെ രസകരമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെ മക്കൾ 3-ാം ക്ലാസ് മുതൽ മദ്രസ പഠനം നടത്തുന്നില്ലേ? ഇല്ലേ? 5 പ്രാവശ്യം നിസ്കരിക്കുന്നുണ്ട് ഇവര്. വെള്ളിയാഴ്ചകളിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. വിവിധ തരം ക്ലാസ്സുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പഠനവും, സ്കൂൾ പഠനവും കോളേജ് പഠനവും എല്ലാം കഴിഞ്ഞ് 18 വയസ്സായിട്ട് ഏതെങ്കിലും ഡിഗ്രി എടുത്ത് പുറത്തു വരുമ്പോൾ ഈ മക്കൾക്ക് മൊബൈൽ ഫോണിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ ഇവരെന്ത് പഠനമാണ് നടത്തിയെന്ന് അദ്ദേഹം ചോദിച്ചത്. ഈ നാട്ടിലെ റോഡുമ്മ കൂടി എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഈ 18 വയസ്സ് കൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ മക്കൾക്ക് എന്ത് വിദ്യാഭ്യാസങ്ങളും ഞാനും സമൂഹം കൊടുത്തത്? ഈ മക്കൾക്ക് കള്ളു കുടിക്കരുത് എന്ന്, കള്ളു കുടിച്ചാൽ വിഷമാണെന്നും MDMA ഉപയോഗിച്ചാൽ ഭ്രാന്ത് വരുമെന്നുള്ള ബോധം ഈ മക്കളിലേക്ക് 18 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുവാൻ
ഉസ്താദിനും അധ്യാപകർക്കും സമൂഹത്തിനും രക്ഷാകർത്താക്കൾക്കും കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് വിദ്യാഭ്യാസമാണ് മക്കൾക്ക് നമ്മൾ കൊടുത്തത് എന്നുള്ള അദ്ദേഹം ചോദിച്ച ചോദ്യം. ആ ചോദ്യം ശരിയാണോ തെറ്റാണോ? ഒന്ന് പറ, ശരിയാണോ? നമ്മളെ മക്കൾ എന്ത് പഠിച്ചു? നിങ്ങളെ മക്കൾ നോക്ക്, കേരളത്തിന്റെ കഥ ഭയങ്കര ഭീകരമാണ്. കേരളത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും പോലീസും എക്സൈസും ഈ പോരാട്ടത്തിലാ. വിവിധ മഹലുകളെ കൂട്ടുപിടിച്ച്, രാഷ്ട്രീയ സംഘടനകളെ കൂട്ടുപിടിച്ച്, പോലീസിന് ആവുന്ന രീതിയിലുള്ള എല്ലാ മനുഷ്യന്മാരെയും കൂട്ടുപിടിച്ച് ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ഒരു പരിപാടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അതും കൂടി പറയാണ്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ വിദ്യാഭ്യാസം ശരിയായ ദിശയിലാണോ മക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും കൂടി നിരീക്ഷിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം.